ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റൈഡ് തുടങ്ങാൻ സമയമായി. അപ്പോൾ ഇന്നലത്തെ കുഴപ്പമുണ്ടായില്ല. ഇന്നലത്തെ നമ്മുടെ ആ ഒരു രീതി കുഴപ്പമുണ്ടായില്ല. 6 ക്വാണ്ടിറ്റി, 12 ക്വാണ്ടിറ്റി, പിന്നെ 24 ക്വാണ്ടിറ്റി വെച്ചെടുത്തിട്ട് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമ്മൾ 18 വെച്ചതെങ്കിൽ ബ്രോക്കറേജ് തന്നെ പകുതി മുക്കാലും അവർ കൊണ്ടുപോകും. ഇതൊരു 400-ന് മുകളിൽ നമുക്കുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. 600 സംതിങ് നമുക്ക് കിട്ടി. മൂന്നാമത്തെ ട്രേഡിലാണ് കിട്ടിയത്. മൂന്നാമത്തേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടം നിർത്താനായിട്ട് തന്നെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് തന്നെ പിടിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ മൂന്നാമത്തേൽ നമ്മൾ പ്രോഫിറ്റാക്കി എടുത്ത്. പിന്നെ ഇന്നലെ ഷെയർ ഭയങ്കര മോശമായിരുന്നില്ല. ഉച്ച കഴിഞ്ഞിട്ട് 1-2 ഷെയറൊക്കെ നല്ല മൂവിങ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാം ഗ്രീനാണ്. നല്ലൊരു ഷെയർ നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇതിൽ നിന്നൊരു പണി കിട്ടി. നമ്മൾ ഈ ട്രെൻഡ് മറ്റേ സപ്പോർട്ട് റെസിസ്റ്റൻസി നോക്കി ചെയ്തപ്പോൾ സെൽ ഓർഡറാണ് ചെയ്ത് വെച്ചത്. സെൽ ഓർഡർ ചെയ്ത് പക്ഷേ ചെറുതായിട്ടൊന്ന് താഴത്ത് വരെ വന്നിട്ട് പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത്. സ്റ്റോപ്പ് ലോസ് പഠിച്ച് വന്നത്. സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടില്ല കയറി. പക്ഷെ നല്ല ഇത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നമുക്കൊരു 2-3 ദിവസം മുമ്പൊക്കെ വെറുതെ ഹിറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകണമായിരുന്നു. ഇന്നലെ നല്ലൊരു പൊസിഷൻ നോക്കിയിട്ട് എടുക്കാം. രാവിലെ നല്ല മൂവിങ് ആയിരിക്കും. രാവിലെ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസി നോക്കി അത് ബ്രേക്ക് ചെയ്ത് പോണത് നോക്കി ഏതാണോ എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഓർഡർ കൊടുത്താൽ മതി. പക്ഷെ ഓർഡർ ഇതാണ്ട, ഇത് നമ്മൾ സെൽ ഓർഡർ എടുത്തതാണ്. നമ്മൾ കയറി, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല. ഏത് നിമിഷവും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. സ്റ്റോപ്പ് ലോസ് പഠിക്കാം. സ്റ്റോപ്പ് ലോസ് അടിച്ച് അതിനപ്പോൾ അടുത്തത് മറ്റേ റെസിസ്റ്റൻസി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ പിന്നെ നമ്മൾ അപ്പം തന്നെ ബൈ ഓർഡർ എടുത്ത്. ഒരു വീഡിയോ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. ഇതിങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് തന്നെ വെച്ചേച്ചു. അത് വരെ നിസ്സാര ടൈം കൊണ്ട് നമുക്ക് അടിച്ച് 12 ക്വാണ്ടിറ്റി എടുത്ത്. ഇത് നമുക്ക് നഷ്ടം വന്നായിരുന്നു. ആദ്യത്തെ അത് കണ്ടോ, ഇത്രയും വരെ വന്നിട്ട് അവൻ മുകളിലേക്ക് പോയി. വീഡിയോ ചെറിയ ലെങ്ത് വീഡിയോ ആയിപ്പോയി. കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതിൽ കിടന്ന്. പിന്നെ ഇത്രയും പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനത് അടുത്ത 12 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞ്. ഇനിയിപ്പോൾ ബൈയിങ്ങിലാണ് എടുത്ത്. റെസിസ്റ്റൻസി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോഴാണ് എടുത്തത്. അപ്പോൾ നമ്മളൊരു 12 ക്വാണ്ടിറ്റി എടുത്ത് 820 വേണ്ട 807 രൂപ നമുക്കിന്ന് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ടോപ്പ് സ്കോറാണിത്. ഇതാണ് സ്റ്റോക്ക്. ആദ്യത്തെ പാളിപ്പോയി, ട്രിഗർ അടിച്ച്. രണ്ടാമത്തത് നമുക്ക് കിട്ടി. ഒരു 50 പോയിൻ്റ് എടുക്കണമെന്നായിരുന്നു. പക്ഷേ അതിൻ്റെ മൂവിങ് എന്ന് വെച്ചാൽ നല്ല ശരിക്കും മൂവിങ്ങിൽ കയറിപ്പോയി. ഉണ്ടോ, 734 നമ്മൾ ബൈ ചെയ്തത് 820 നമ്മൾ വിറ്റ്. അപ്പോൾ അത്രയും ലെങ്ത്തിൽ കയറിപ്പോയി. ആ നഷ്ടവും കൂടി നിർത്തിയിട്ടാണ് ബാക്കി 800 വന്നത്. 2 ഓർഡർ എടുത്തുള്ളൂ. പക്ഷേ ഇത് കണ്ട് സെൽ ഓർഡർ കൊടുക്കാമായിരുന്നു. താഴത്തേക്ക് തന്നെ ട്രെൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ വെച്ച് നിർത്തി. അപ്പോൾ ഇതാണ് ചെറിയ വീഡിയോ ആണ്. താങ്ക് യു.